നമസ്കാരം. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ ഏകദേശം ശവപ്പെട്ടിക്കുള്ളിലായി എന്നുള്ള ഒരു വാർത്തയായിരുന്നു. അതിൽ കരഞ്ഞുകൊണ്ട് മറ്റേ പാർവതി തെരുവോത്ത് എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക സുഡാപ്പികൾക്ക് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊടുക്കുന്ന അമ്മാതിരിയുള്ള ഒരുപാട് നടിമാരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. മറ്റൊന്നുമല്ല, അന്നപൂർണേശ്വരി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൈന്ദവ ദേവദേവീ സങ്കല്പങ്ങളെ എക്കാലവും ചവിട്ടിയരയ്ക്കുന്ന ഇസ്ലാമിക കൊടും ഭീകരവർഗത്തിന്റെ തക്കിയകളായിട്ട് പ്രവർത്തിക്കുന്ന സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണാറ്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും ഈ ഏർപ്പാട് നടക്കില്ല. കാരണം അവിടെ ഇമാതിരി ഏർപ്പാടും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നല്ല കിട്ടേണ്ട പെട നന്നായിട്ട് കിട്ടും. അത് സുഡാപ്പികൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ ഏർപ്പാടുമായിട്ട് അങ്ങോട്ട് പോവാറില്ല. പക്ഷേ അത്തരത്തിൽ അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ, അന്നപൂർണേശ്വരി അടക്കമുള്ള നമ്മുടെ ഭഗവതി അടക്കമുള്ള ഒരുപാട് ദേവദേവീ സങ്കല്പങ്ങളെ അപഹസിച്ചുകൊണ്ട് ഇറക്കിയ സിനിമയായിരുന്നു. നമ്മൾക്കറിയാം, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് പേര് നൽകിയപ്പോഴാണ് ജോസഫ് മാഷിന്റെ കൈയും കാലും മാറി മാറി വെട്ടിയ കുടുംബം അശേഷം തകർത്തത്. അതിലെ ഒന്നാം പ്രതിയായിരുന്ന മഴു ഉപയോഗിച്ച് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ പ്രതിയെയാണ് ഈ പിണറായി വിജയന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്നും കഴിഞ്ഞ ദിവസം NIA പിടിച്ചു കൊണ്ടുപോയത്. അത്തരത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആ പേര് വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരാളുടെ കൈയും കാലും വെട്ടിയ അക്കൂട്ടറാണ് ഈ പറയുന്ന നമ്മുടെ ഹൈന്ദവ ആചാര അനുഷ്ഠാന ദേവദേവി സങ്കല്പങ്ങളെയൊക്കെ ഇത്ര കണ്ട് ചവിട്ടി അരയ്ക്കാൻ രംഗത്ത് വരാറുള്ളതെന്ന് നമുക്കറിയാം. അത്തരത്തിൽ നയൻതാര നായികയായിട്ടുള്ള ഈ സിനിമയായിരുന്നു. ആ സിനിമയുടെ നെറ്റ്ഫ്ലിക്സ് നമുക്കറിയാം, OTT റിലീസിങ് നമുക്കറിയാം. അത്തരത്തിൽ നെറ്റ്ഫ്ലിക്സിൽ ഇവരുടെ OTT റിലീസിങ് വന്നിരുന്നു. അത് തടഞ്ഞു. മാത്രമല്ല, ഈ സിനിമ ഹാളിൽ തിയേറ്ററുകളിൽ ഓടിയില്ല. അത് അപ്പോൾ തന്നെ 8 നിലയിൽ പൊട്ടിയിരുന്നു. പിന്നെ OTT മാറി. OTT-യിലും ഈ സിനിമ തടഞ്ഞുകൊണ്ട് അതിന് കാരണക്കാരായിട്ട് BHP-യുടെ പ്രവർത്തകർ സജീവമായിട്ട് ഇടപെട്ടു. ആ രീതിയിലുള്ള ഒരു വാർത്ത, അത് ഗംഭീര വാർത്തയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഹിന്ദു വിശ്വ എന്ന് പറയുന്ന BHP-ക്ക് കീഴിലുള്ള ഒരു ചാനലുണ്ട്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ ചാനൽ പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും ഹിന്ദു വിശ്വ എന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അത്തരത്തിൽ ഹിന്ദു വിശ്വ എന്ന ആ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കേരളത്തിലെ BHP കേരള ഘടകത്തിന് കീഴിലുള്ള ഒരു ഓൺലൈൻ ചാനൽ തന്നെയാണ്. അതിൽ എനിക്ക് തോന്നുന്നു 50,000-ന് മുകളിലുള്ള സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അത് മാക്സിമം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അവർ പ്രസിദ്ധീകരിച്ചൊരു വീഡിയോ, അവരുടെ ആ ഒരു വീഡിയോ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ഹിന്ദു വിശ്വ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കേണ്ട. നമ്മുടെ സഹോദര ചാനലാണ്, നമ്മുടെ സംഘടനാ ചാനലാണ്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സക്സസ് ആക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. അവർ പ്രസിദ്ധീകരിച്ച ആ വീഡിയോ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. ഗംഭീര വീഡിയോ ആണ്, കണ്ടു നോക്കൂ. നമസ്തേ. നയൻതാരയുടെ ഏറ്റവും പുതിയ തമിഴ് ചിത്രം അന്നപൂർണി നീക്കം ചെയ്ത് OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ്. ചിത്രത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടെന്ന് ആരോപിച്ച് ഹിന്ദു വലതുപക്ഷ സംഘടനകൾ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. സിനിമയുടെ നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ വിശ്വ ഹിന്ദു പരിഷത്തിന് ക്ഷമാപണ കത്തും നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ മുംബൈ മലയാളിയായ VHP നാഷണൽ സ്പോക്സ്മാൻ ശ്രീരാജ് നായർ പ്രതികരിക്കുന്നു. ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നെറ്റ്ഫ്ലിക്സ് ഈ OTT പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഫിലിം അന്നപൂർണി ഈ അടുത്ത് റിലീസായിരുന്നു. നമ്മൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ മുംബൈ നഗരത്തിലാണ് അതിൻ്റെ ഫോർമേഷൻ നടന്നത്. 1964 മുംബൈയിലാണ് ഏറ്റവും വലിയ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി ഉള്ളത്. 60 വർഷം തികയും ഈ വർഷം ജന്മാഷ്ടമി ദിവസം. പക്ഷേ നമ്മൾ ഇതേവരെ ഒരു ഫിലിമിൻ്റെ അഗേൻസ്റ്റോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് അഗേൻസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മാധ്യമത്തിൻ്റെ ഇടയിലോ നമ്മൾ വന്നിട്ടില്ല. നമ്മൾ ഇന്റർഫിയർ ചെയ്തിട്ടില്ല, അവരെ ശല്യപ്പെടുത്തിയിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്, OTT പ്ലാറ്റ്ഫോം ഈ ലോക്ക്ഡൗൺ സമയത്ത്, കറോണ കാലത്ത് നമ്മളെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരുപാട് നിരവധി സിനിമകൾ, വെബ് സീരീസ് ഈ OTT പ്ലാറ്റ്ഫോമിൻ്റെ മുഖാന്തരം നമ്മൾ കണ്ടു. അതിൽ പല വെബ് സീരീസ് ഔട്ട് ആൻഡ് ഔട്ട് ആൻറ്റി ഹിന്ദു ആയിരുന്നു. അതും സെലക്റ്റീവ്ലി ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെ മാത്രം അടിച്ചമർത്തിയിട്ട് നമ്മുടെ സാധു സന്ത്, നമ്മുടെ ധർമ്മത്തിൻ്റെ ഭാവനയെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ദേവീ ദേവതമാരെ, നമ്മുടെ സാധു സന്തുമാരെ, നമ്മുടെ ആചാരത്തിനെ കളിയാക്കുന്ന
ഇങ്ങനെ ഒരുപാട് വെബ് സീരീസ് നമ്മൾ ഒരുപാട് റിക്വസ്റ്റും ചെയ്തു. നമ്മൾ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ INB മിനിസ്ട്രിയിലും നമ്മൾ അഭ്യർത്ഥന നൽകി. നമ്മുടെ കേന്ദ്രീയ അധികാരി അവരെ പോയിട്ട് നേരിട്ട് കണ്ടു. കുറച്ചു കാലം ഇത് നിന്നു. വീണ്ടും നമ്മൾ അന്നപൂർണിയും ഒരു ഫിലിം നമ്മുടെ ദക്ഷിണ ഭാരതത്തിൻ്റെ തന്നെ തമിഴ് ഭാഷയിലായിട്ടുള്ളതിൻ്റെ ആദ്യത്തെ റിലീസ് വലിയൊരു പ്രസിദ്ധമായ അഭിനേത്രി നയൻതാര അഭിനയിച്ച ഫിലിമായിരുന്നു. അതിലെന്താ കാണിച്ചിരിക്കുന്നത്? ഇന്ന് ലോകം മുഴുവൻ ഹിന്ദുക്കളും മാത്രമല്ല എല്ലാവരും ഉല്ലാസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ നമ്മുടെ 500 വർഷത്തെ നമ്മുടെ സംഘർഷം തീർന്നിട്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ കൺമുമ്പിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം വരുന്നത്. ആ സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാജിയെ പറ്റിയും ഇവർ എന്തൊക്കെയാണ് പറയുന്നത്? ഒരു റിസർച്ച് ഇല്ലാണ്ടേയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാണ്ടേയും ശ്രീരാമനും ലക്ഷ്മണനും സീതയും അവിടെ വനവാസത്തിന് സമയത്ത് അവർ ഭക്ഷിച്ചത് നോൺ വെജിറ്റേറിയൻ ഫുഡായിരുന്നു, മാംസാഹാരി ഫുഡായിരുന്നു. അതൊക്കെ അപ്പുറം പോയിട്ട് ഹിന്ദു ബ്രാഹ്മണ സ്ത്രീ പൂജാരിയുടെ മോള് ബിരിയാണി എങ്ങനെ ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീയുടെ വേഷം ധരിച്ചിട്ട് നമാസ് അതാ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഇത് എന്താണ്? എവിടെയാണ് നമ്മൾ കൊണ്ടുപോകണം? ഇന്ന് ഏത് യുഗമാണ്? 2024 സമയത്ത് ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എത്തിയ കാലമാണ്. എന്താണ് ഭാരതം എവിടെയാണ് പോകുന്നത്? 5th ലാർജസ്റ്റ് ഇക്കോണമി, 5th ലാർജസ്റ്റ് ഇക്കോണമിയാണ് ഭാരത്. ആ സമയത്ത് നമ്മുടെ യുവകളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ഹിന്ദു ധർമ്മത്തിനെ പരിഹാസിക്കുക. ഇതിനെ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരിക്കലും ഒരു കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഇവർ വിചാരമാണെങ്കിൽ അത് വലിയൊരു തെറ്റായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ബജരംഗ് ദൾ പൂർണ്ണമായിട്ട് ഇവിടെ ആന്തോലനം ചെയ്തു. സി സ്റ്റുഡിയോസിൻ്റെ ഓഫീസിൽ പോയി. അപ്പം തന്നെ സി സ്റ്റുഡിയോസ് ദേ ഹാഡ് ടു റെൻഡർ ആൻ അപ്പോളജി. അവർ അപ്പോളജൈസ് ചെയ്തു, മാപ്പ് ചോദിച്ചു. മിനിഞ്ഞാന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ ഓഫീസിൽ പോയി. നെറ്റ്ഫ്ലിക്സിൻ്റെ ഓഫീസിൻ്റെ മുകളിൽ വലിയൊരു ആന്തോലനം നടത്തി പോലീസ് കുറച്ച് നമ്മുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് നമ്മുടെ മുമ്പിൽ കുമ്പ് ഇട്ട് മാപ്പ് പറയേണ്ടി വന്നു. ദേ ഹാഡ് ടു വിഡ്രോ. ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തും സമ്പൂർണ്ണ ഹിന്ദു സമാജത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഐ കോൺഗ്രാറ്റുലേറ്റ് ടു ദ എൻറ്റയർ ഹിന്ദു സൊസൈറ്റി. ഇന്ന് ഈ ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരു ഫിലിമിനെ ഒരു അന്നപൂർണി അവർക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു. ദേ ഹാവ് വിഡ്രോൺ ദ മൂവി. ഇതൊരു വേൾഡ് ന്യൂസ് ആയിരിക്കണം. നമ്മൾ ഇന്ന് ഈ വേദിയിൽ വെച്ചിട്ട് വി ആർ വാർണിംഗ് എവറി ഓൾറെഡി പ്ലാറ്റ്ഫോം. അവർ ഇങ്ങനെ ആൻറ്റി ഹിന്ദുവായ കണ്ടന്റ്സ് അവരിങ്ങനെ നൽകുകയാണെങ്കിൽ ദെൻ ദേ വിൽ ഹാവ് ടു ഫേസ് ദ മ്യൂസിക്. ഞങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് ബജരംഗ് ദൾ അവരുടെ സ്റ്റൈലിൽ ട്രീറ്റ്മെൻറ്റ് ഇവരെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു വാർണിംഗ് ആയിട്ട് കൂട്ടുക. അന്നപൂർണിയെ പോലെ കണ്ടന്റ് വേറെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഒരു വാർണിംഗ് ആണ്. വീണ്ടും എല്ലാ ഹിന്ദു സമുദായത്തിന് വീണ്ടും കോൺഗ്രാറ്റുലേഷൻസ്. ദേ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നന്ദി, നമസ്കാരം, ജയ് ശ്രീറാം. ജനുവരി 8-ന് നയൻതാര, ജയ്, എഴുത്തുകാരനും സംവിധായകനുമായ നീലേഷ് കൃഷ്ണ, നിർമ്മാതാക്കളായ ജതിൻ സേത്തി, ആർ രവീന്ദ്രൻ, പുനീത് ഗോയങ്ക, സി സ്റ്റുഡിയോയുടെ ചീഫ് ബിസിനസ് ഓഫീസർ ഷാരിഖ് പട്ടേൽ, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ മേധാവി മോണിക്ക ഷെർഗിൽ എന്നിവർക്കെതിരെ ഹിന്ദു IT സെല്ലിന്റെ സ്ഥാപകൻ രമേഷ് സോളങ്കി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുംബൈയിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ഷെഫായി മാറുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മാംസം കഴിക്കാനും പാകം ചെയ്യാനുമുള്ള നായികയുടെ തീരുമാനവും മുസ്ലിം കഥാപാത്രവുമായുള്ള സൗഹൃദവും ഹിന്ദു ദൈവമായ രാമൻ മാംസം കഴിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന സംഭാഷണവും ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം. ഡിസംബർ 29-നാണ് അന്നപൂർണി നെറ്റ്ഫ്ലിക്സ് സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത്. ഡിസംബർ 1-നായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്.